തൃശൂർ ജില്ലയിലെ കോടന്നൂർ സെന്റ് ആന്റണീസ് പള്ളി ഇടവക വികാരി ഫാദർ ബൈജു കാഞ്ഞിരത്തിങ്കൽ കാർമ്മികനായ പരിശുദ്ധ കുർബാനയിലായിരുന്നു ഈ സംഭവം. ഇന്ന് രാവിലെ പരിശുദ്ധ കുർബാനയ്ക്കിടയിൽ റൂഹാഷണ പ്രാർത്ഥനയ്ക്ക് തൊട്ടു മുൻപാണ് തൂവെള്ള നിറമുള്ള പ്രാവ് ബലിപീഠത്തിലെത്തുന്നത്. പരിശുദ്ധാത്മാവേ എഴുന്നള്ളി വരണമേ എന്ന് തുടങ്ങിയ പ്രാർത്ഥനയുടെ സമയം ബലിപീഠത്തിൽ വൈദികന്റെ വലതുഭാഗത്ത് തക്സയുടെ മുകളിൽ വലതുവശത്തായി ഇരിപ്പുറപ്പിച്ച പ്രാവ് ജനങ്ങൾക്ക് അഭിമുഖമായി 3 മിനിറ്റോളം ഇരുന്ന ശേഷം റൂഹാക്ഷണ പ്രാർത്ഥന തീർന്ന ഉടൻ പറന്നു പോവുകയായിരുന്നു. വിശ്വാസികൾ ഇത് വളരെ അത്ഭുതത്തോടെയാണ് കണ്ടത്. ചുരുങ്ങിയ സമയം കൊണ്ട് തന്നെ ഈ വാർത്തയും പരിശുദ്ധ കുർബാനയുടെ വീഡിയോയും വൈറലായിരിക്കുകയാണ്. ആവശ്യങ്ങളുടെ മേലും അധ്വാനങ്ങളുടെ മേലും രോഗങ്ങളുടെ മേലും കണ്ണുനീരിന്റെ മേലും പ്രതിസന്ധികളുടെ മേലും ഞങ്ങൾ ദ്രോഹിച്ചിട്ടുള്ളവരുടെ മേലും ഞങ്ങളെ സഹായിച്ചിട്ടുള്ളവരുടെ മേലെഴുന്നള്ളി വന്ന് ഗ്രഹിക്കുകയും സംരക്ഷിക്കുകയും ശുദ്ധീകരിക്കുകയും അഭിഷേകം നൽകുകയും പൗത്രീകരിക്കുകയും ചെയ്യട്ടെ. ഇത് ഞങ്ങളുടെ കടങ്ങളുടെ പ്രതിക്കും പാപങ്ങളുടെ മോചനത്തിനും മരിച്ചുള്ള വലിയ പ്രത്യാശയ്ക്കും നിന്ന് പ്രീതിപ്പെടുത്തി എല്ലാവരോടും ഒന്നിച്ച് സ്വർഗരാജ്യത്തിൽ നവമായ ജീവിതത്തിനും കാരണമാകട്ടെ. ദൈവത്തിനായി പൂർണ്ണമായും സമർപ്പിക്കപ്പെട്ട കുടുംബമാണ് ഫാദർ ബൈജുവിൻ്റേത്. സഹോദരൻ ആൻഡോ കാഞ്ഞിരത്തിങ്കലും വൈദികനാണ്. സഹോദരി കന്യാസ്ത്രീയാണ് സിസ്റ്റർ ബീന ജോസഫ്. ജൂബിലി മിഷൻ ആസ്പത്രിയിൽ ശുശ്രൂഷ ചെയ്യുന്നു. 84 വയസ്സായ പിതാവിന്റെ സംരക്ഷണം പൂർണ്ണമായും ഇന്ന് അച്ഛനാണ് ചെയ്യുന്നത്. അച്ഛനോടൊപ്പം തന്നെയാണ് അദ്ദേഹവും താമസിക്കുന്നത്.